ദീൻ എന്നതിനർത്ഥം സമാധാനമെന്നല്ല, രക്ഷയെന്നല്ല, രക്ഷപ്പെട്ടവർ എന്നുമല്ല. എന്താണ് അതിന്റെ അർത്ഥം? ദീൻ. ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ ദാന, കീഴ്പ്പെട്ടു, വിധേയപ്പെട്ടു, വഴിപ്പെട്ടു. കീഴ്പ്പെടാൻ വേണ്ട നിയമം, വഴിപ്പെടാൻ വേണ്ട നിയമം, കീഴ്പ്പെട്ടു ഒതുങ്ങാൻ വേണ്ട നിയമം. ഇതിന്റെ വാക്കാണ് ഇസ്ലാം, ഇസ്തിസ്ലാം. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അള്ളാഹുവിന് മുസ്ലിമായപ്പോൾ, അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെട്ടപ്പോൾ. അതന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ബാക്ക്ഗ്രൗണ്ട് നല്ല രസമല്ലേ? രണ്ട് സൈഡിലും അല്ലേ വെളിച്ചമൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറും, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ചളി വരും. അതെന്താണെന്നുള്ളത് കുറച്ചേരം കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇസ്ലാം എന്നുള്ളതാണ്. ഞാൻ പണ്ട് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണെന്ന് പല ആളുകളും ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിങ്കൽ മതമായിട്ടുള്ള ദീനുൽ ഇസ്ലാം, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടെത്താൻ ആ മനുഷ്യൻ ശ്രമിക്കേണ്ടത് എന്നെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന കീഴൊതുങ്ങിയവർക്ക്, അത് പല ആളുകൾക്കും ഇസ്ലാം മറ്റു പല അർത്ഥങ്ങളിൽ പറഞ്ഞപ്പോൾ അത് ഈ തർക്കിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ വെറും ഇസ്ലാമിൽ സമാധാനമുണ്ട്, എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും സമാധാനം എന്നാണ് എന്ന് പറയണ്ട എന്നുള്ള ഒരു അർത്ഥമാണ്. അത് തന്നെയാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞത്. അത് ആയത്തടിസ്ഥാനാക്കിയിട്ട്. ആരാണ് മുസ്ലിം? അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് അതേപടി സ്വീകരിക്കുന്നവൻ അല്ലേ? അത് തന്നെയാണ്. ഇബ്രാഹിം നബിനോട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അറുക്കാൻ കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അതിന് തയ്യാറായി എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, ജരാനരകൾ ബാധിച്ചിട്ട് ആ ഒരു അവസ്ഥയിലാണ് ഇബ്രാഹിം നബിക്ക് മക്കൾ ഉണ്ടാവുന്നത്. അത്രയും കുട്ടിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് പിന്നീട് കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിനെ അറുത്ത് കളയാൻ അള്ളാഹു ഒരു ഇൽഹാമായിക്കൊണ്ട്, സ്വപ്നമായിക്കൊണ്ട് അറിയിച്ചപ്പോൾ അത് നിർവഹിക്കാൻ ഇബ്രാഹിം നബിക്ക് ഒരു വിഷമം ഉണ്ടായില്ല. ഇസ്മായിൽ നബി എന്ന് പറയുന്ന അന്ന് കുട്ടിയായ ഇസ്മായിൽ നബി, ആ ഇസ്മായിൽ നബിക്ക് അള്ളാഹുവിൻ്റെ ഉത്തരവാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ അറുത്തോളൂ വാപ്പ എന്ന് പറയാൻ ഒരു മടിയുണ്ടായില്ല. കണ്ണിൽ നിന്ന് കണ്ണീര് വരികയോ സങ്കടപ്പെടുകയോ അല്ല ചെയ്തത്, അറുക്കാൻ കിടന്നു കൊടുക്കുകയാണ് ചെയ്തത്. അത് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതേപടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇസ്ലാം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി അദ്ദേഹം കുറച്ചുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഓതിയ ആയത്ത് ഇതാണ്, കണ്ടോളിയും മനസ്സിലായിക്കോളിയും, വിശദീകരിക്കണില്ല. പറയട്ടെ. എന്താണ്? ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഹുജ്ജത്തുൽ ഉലമ എന്ന് ഒന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ലട്ടില്ലേ. അദ്ദേഹത്തിൻ്റെ പേര് നജീബ് എന്നാണെങ്കിൽ ആ നജീബ് എന്നാണ്ട് വിളിച്ചാൽ മതി. വെറുതെ എന്തെങ്കിലുമൊക്കെ പേരിട്ടിട്ട് കുറേ സുൽത്താനുൽ ഉലമയും സയ്യിദുൽ ഉലമയും ഷംസുൽ ഉലമയും കമറുൽ ഉലമയും കബറുൽ ഉലമയും കുറേ ഉണ്ട്, ഷെയ്ത്താനുൽ ഉലമകളും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അദ്ദേഹം പറയട്ടെ. അള്ളാഹ് അറുക്കണമെന്ന് കൽപ്പിച്ചത് നടത്താൻ പിതാവും അത് നടത്തുന്നു എന്ന് മകനും തയ്യാറായി ഒതുങ്ങി കീഴ്പ്പെട്ടപ്പോൾ അതാണ് ഈ അള്ളാഹു തആല ദീനിന് വെച്ച പേരാണ്. അള്ളാഹുവിങ്കലുള്ള സ്വീകാര്യ ദീൻ ഇസ്ലാം മാത്രം. ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين. ദീനല്ലാത്ത ഇസ്ലാമല്ലാത്ത മറ്റൊന്നും ദീനായി അന്വേഷിച്ചുകൂടാ. അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ പറഞ്ഞിരുന്നു, മുക്കത്തെ ഉമ്മർ വൈസി ഉണ്ടല്ലോ, മൂപ്പര് പറഞ്ഞു ഇന്ന ദീൻ എന്തല്ലായി സമസ്ത എന്ന് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥന നമ്മൾ സ്വർഗത്ത് കടക്കണം എന്നല്ല, നമ്മുടെ മുഖ്യ പ്രാർത്ഥന സ്വർഗത്ത് കടക്കണം എന്നല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും കുത്ബി ഉസ്താദിന്റെയും ചാലിലകത്ത് കുഞ്ഞാമത് മുസ്ലിയാരുടെയും അങ്ങനെ ഇവിടെ നേതൃത്വം കൊടുത്ത ഈ മഹാന്മാരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണം എന്നാണ് നമ്മൾ വായിക്കുന്ന അർത്ഥം. അറിയോ? ഇല്ല, ഈ അർത്ഥം അറിയില്ലായിരുന്നു. നമ്മൾ അറിയണം. അറിയാം. അവരെ വഴിയിൽ ചേർക്കണം എന്നാ. ശരി. എന്താ അവരെ വഴി? എന്താ അവരെ വഴി? നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ന് സമസ്തയാണ്. മനസ്സിലായില്ലേ? കഴിഞ്ഞിട്ടില്ല. അവർ കെട്ടിപ്പടുത്ത വഴി നമുക്ക് മുമ്പിൽ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെറുതെ പോയതല്ല അവര്. അമ്പിയാക്കന്മാരുടെ വഴി എന്ന് പറയുന്നത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണെങ്കിൽ അതിന് നമ്മുടെ മുമ്പിൽ അതിന് പരിഭാഷ ഇന്ന ദീന സമസ്ത എന്നാണ്. ഇന്ന ദീന ഇൻദല്ലാഹി സമസ്ത.
പക്ഷെ നിങ്ങൾ തിരുത്താൻ അന്ന് ആർജവം കാണിച്ചില്ല, ഇന്നും ആർജവമൊന്നും കാണിച്ചിട്ടില്ല. അപ്പം നമ്മളത് പറയണമെന്ന് മാത്രമായിട്ടില്ലേ. കാര്യം എന്താണെന്നറിയോ, അള്ളാഹുവിങ്കൽ മതമായിട്ടുള്ളത് ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്നുള്ള ഒരു ജീവിത പദ്ധതിയാണ്, സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ്. സംശയമൊന്നുമില്ല. അത് തന്നെയാണ് കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളത്. എന്തായാലും നജീബ് മൗലവി പറയട്ടെ, കുറച്ചും കൂടി പറയട്ടെ. ബാക്ക്ഗ്രൗണ്ട് കുറച്ചായിട്ട് മാറിയിട്ടില്ലേ, മറക്കണ്ട. നാം ഇതര മതങ്ങളെയും ഇസ്ലാമിനെയും സമന്വയിപ്പിച്ചോ താരതമ്യം ചെയ്തോ വിലയിരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അത് ഈ പ്രസംഗത്തിൽ ഉദ്ദേശവുമല്ല. അങ്ങനെ ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല, ഉദ്ദേശിച്ചിട്ട് ചെയ്യും വേണ്ട. കാര്യം എന്താണ്, നമ്മുടെ വിശ്വാസം എന്താണ്, അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും എന്താണ് കൽപ്പിച്ചത്, അത് നമ്മളിങ്ങനെ പറയുക. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അത് മാറി ചിന്തിക്കേണ്ടവർക്ക് മാറി ചിന്തിക്കാം, മാറി പ്രവർത്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യേണ്ടവർക്ക് മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക. അവർക്കും അവരുടേതായ വിശ്വാസം അത് സ്വീകരിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് ഇന്നിപ്പോൾ ഏകദേശം എല്ലാ ലോകത്തെല്ലാ രാഷ്ട്രങ്ങളിലും അനുവാദമുണ്ട്. അങ്ങനെയൊക്കെയാണ്. പറയൂ ഉസ്താദേ. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാം മാത്രം, അള്ളാഹുവിൻ്റെ ദീൻ കീഴ്വണങ്ങാൻ ഇസ്ലാം മാത്രം എന്ന ആ ഭാഗം നമ്മുടെ ഇസ്ലാമിനെ, നമ്മുടെ ദീനിനെ നമ്മൾ പരിചയപ്പെട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ അതിന് വിധേയപ്പെട്ട് ജീവിക്കാൻ നാം തയ്യാറാവും. സത്യമാണത്. ഇങ്ങനെ പറയുമ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ആവുക. ഇത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോളൊന്നും അറിവുള്ള ആളല്ല ഞാൻ. പിന്നെ അദ്ദേഹം 2 നിലപാട് പറഞ്ഞപ്പോൾ അതൊന്ന് നിങ്ങളെയും കൂടി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വീഡിയോ ചെയ്തത്. നമ്മൾ എന്താണ് ഇസ്ലാം എന്നുള്ളത് പഠിക്കുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊന്ന് അണുവിട വ്യതിചലിക്കാതെ ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റിക്കാതെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വരെ തെറ്റിദ്ധരിക്കേണ്ട. ബാക്ക്ഗ്രൗണ്ട് എന്താണ് മാറുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കണ്ട. നമ്മളെ അടുത്തുള്ള വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇടും. പക്ഷേ അദ്ദേഹം പറയുന്നത് മറ്റൊരു വീക്ഷണമായിരിക്കും, മറ്റൊരു നിലപാടായിരിക്കും, അത് ഇസ്ലാമുമായിട്ട് പുലബന്ധമില്ലാത്തതായിരിക്കും എന്നുള്ളതാണ്. കേൾക്കാം. അഷ്റഫുൽ ഖൽഖ് മുഖേന സമ്പൂർണമാക്കിയപ്പോൾ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ടതും ഇറക്കപ്പെട്ടതുമായിട്ടുള്ളതിൽ നിന്ന് നിലനിൽക്കേണ്ട സമ്പൂർണ്ണ ദീനിൽ ഏതു ഭാഗം വേണമോ അത് നബിയിലൂടെ അല്ലാഹു തആല ഈ ദീനിൽ അവതരിപ്പിക്കുകയും ദീനിനെ സമ്പൂർണമാക്കുകയും ചെയ്തപ്പോ ഈ ദീന് സമ്പൂർണമാക്കി തന്നപ്പോ ഏതാണ് ആയത്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മൻതു അലൈക്കും നിഅമതി വറളിയതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് സംതൃപ്തിപ്പെട്ടിട്ട് പൂർണ്ണമാക്കി തന്നിട്ടുണ്ട് കാമിലായ ദീനാണ്. ഇനി ഇതിലേക്കൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ കൊണ്ടുവന്നതാണ് പ്രശ്നമായതേ. അല്ല, ഇപ്പം പറയണ്ട, ഇപ്പം അദ്ദേഹം നല്ലതാ പറഞ്ഞത്. അപ്പോൾ സോറി ഇട്ടില്ലേ, പറയും. സർവജനീനവും സർവജനീയവും സർവസ്പർശിയുമായിട്ടുള്ള അല്ലാഹു തആലാന്റെ ഈ ഇസ്ലാം, എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഇസ്ലാം നമ്മൾ അതിനെ ഒരു 3 പാർട്ടാക്കി മനസ്സിലാക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ വെച്ച വിഷയം. വിശ്വാസം, ആചാരം, സംസ്കാരം. വിശ്വാസം, ആചാരം, സംസ്കാരം. പറയും. ഇത് 3ഉം വിലയിരുത്തിയാൽ ഒരു മതമെന്ന നിലയിൽ ഇസ്ലാമിന്റെ സമ്പൂർണതയും ഇസ്ലാമിന്റെ സവിശേഷതയും നമുക്ക് ബോധ്യപ്പെടും. എന്താണ് ഇസ്ലാം? എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം? അതാണ് സത്യവിശ്വാസം, അതാണ് സത്യ ആദർശം. ഇസ്ലാമല്ലാതെ കീഴ്വണങ്ങാനോ കീഴ്പ്പെടാനോ മറ്റൊരു നിയമമില്ല. അല്ലാഹു തആലാന്റെ ദീനായ ഇസ്ലാമല്ലാത്ത മറ്റൊന്നിനെ കീഴ്വണങ്ങാനുള്ള നിയമമാക്കിയോ ആശയമാക്കിയോ ആദർശമായോ ആരെങ്കിലും സ്വീകരിച്ചാൽ പരലോകത്തവൻ നഷ്ടകാരിയാണ്, അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതാണ് ഖുർആനിന്റെ പ്രഖ്യാപനം. ഇത് വേദത്തിന്റെ അന്തിമ പ്രഖ്യാപനമാണ്. എല്ലാവർക്കും എല്ലാവരുടെ മതം, എല്ലാവർക്കും ഇഷ്ടം പോലെ ജീവിക്കാം, എല്ലാവരും പരലോകത്ത് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തത്സമയം തന്നെ പുറത്താണ്. ഓക്കെ, ഇൻഷാ അല്ലാ. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വേറൊരു വാദം, ഇത് ഇസ്ലാം എന്നാൽ സമാധാനം എന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് മൗലവി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇവരുടെ മറ്റൊരു വീക്ഷണമാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞ് ഇൻഷാ അല്ലാ നിസ്കാരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടാണ് മാറ്റിയിട്ട് തുടങ്ങാം. അപ്പോൾ പറയൂ ഉസ്താദേ. ഈ പരിപാടിയില്ലാത്ത ഒരു മുസ്ലിം തലമുറ കഴിഞ്ഞു പോയിട്ടില്ല. നമ്മളിപ്പോ ചെയ്തു വരുന്ന പരിപാടികള് സാലിഹീങ്ങളായിട്ടുള്ള ഔലിയാക്കന്മാരായിട്ടുള്ള അമ്പിയാക്കന്മാരായിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള ആളുകളുടെ പ്രത്യേകമായ ഒരു ബന്ധം നമുക്കുണ്ട്. ആ ബന്ധം നിലനിർത്തുമ്പോ, സ്നേഹം നിലനിർത്തുമ്പോ, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവളെ പറ്റിയുള്ള ഓർമ്മ
ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ ഓർമ്മകൾ സൂക്ഷിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന് വേണ്ട കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ആ കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അവരുടെ ആത്മീയമായ നിലക്കുള്ള സഹായം കിട്ടാനും അവരുടെ ആത്മീയമായ ബന്ധം കിട്ടാനും വേണ്ടി അവരുമായി ബന്ധപ്പെട്ട് ആത്മീയമായി നമ്മൾ ജീവിക്കുകയും അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന നേരത്ത് അള്ളാന്റെ റസൂലേ വരും. ഇങ്ങനെ ഇപ്പൊ മനസ്സിലായില്ലേക്ക്. അതായത് നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, അത് യഥാർത്ഥത്തിലുണ്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞതോ ഇത് എൻ്റെ ഇഷ്ടം. ഈ ഇഷ്ടം ആരെയാ പറഞ്ഞെന്ന്, ഇത് കുറെ മുന്നേ പോയിരുന്ന കുറേ വട്ടനും പൊട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനും പറയുകയാണെന്നും പറഞ്ഞിട്ട് ഇത് ഇതേപോലെ കുറേ എണ്ണം പറഞ്ഞുകൊണ്ട് നടക്കണ്ടേ. ഇപ്പം നിങ്ങൾക്ക് വൈരുദ്ധ്യം മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? കുറച്ചും കൂടി കേട്ടോളി. ഇങ്ങനെ വിളിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽ നിരാക്ഷേപം നടന്നു വന്ന് നിലനിൽക്കുന്ന ഒന്നാണ് പരിപാടി. നിലനിൽക്കുന്ന ഒന്നാണ് പരിപാടി. ആയിക്കോട്ടെ, ഈ നിലനിൽക്കാൻ നിങ്ങൾക്ക് ആരിത് പഠിപ്പിച്ച്? അള്ളാഹു റസൂല പഠിപ്പിച്ചോന്നുള്ളതാണ്. പറയട്ടെ. പരിപാടി, ഈ പരിപാടിയില്ലാത്ത ഒരു മുസ്ലിം തലമുറ കഴിഞ്ഞു പോയിട്ടില്ല. ഓഹോ, അതായത് അള്ളാഹുൻ്റെ റസൂല് ദഅവത്ത് തുടങ്ങിയതിന് ശേഷം അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ, അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് അവസാനത്തെ സ്വഹാബിയുടെ വഫാത്ത് വരെ, അതുപോലെ തന്നെ താബിഈ ഇതുപോലെയുള്ള സലഫു സാലിഹീങ്ങളുടെ ഒക്കെ ജീവിതകാലത്ത് ആരെ ഈ പിഴച്ച സിദ്ധാന്തം, ഈ പിഴച്ച വാദം, ഈ പിഴച്ച വിശ്വാസം പേറിയത്? അങ്ങനെ സംഭവം തെളിവുണ്ട്, കാണിച്ചോളി. ഇല്ലേ? പറയ്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ തലമുറ മുതൽക്ക് അതാണ് നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചു. അപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് തലമുറ മുതൽക്ക് ആ ശിർക്ക് ചെയ്ത ആ അമ്പ്യാവുലിയാക്കന്മാരെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തായിട്ട് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പോലും വിളിച്ചു തേടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും തർക്കമല്ല. സ്വഹാബത്തായതിനു ശേഷം, ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം, റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്തോ വഫാത്തിന് ശേഷം ഏതെങ്കിലും ഒരു സ്വഹാബി ഒന്ന് കാണിച്ചു തരും ഉസ്താദേ. കാണിച്ചു. പറയും. ഇന്ന് നമ്മൾ ജീവിക്കുന്ന തലമുറ വരെയുള്ള മുസ്ലിം തലമുറകളിലെല്ലാം നിറഞ്ഞു നിന്നിട്ടുള്ള മുസ്ലിം ഉമ്മത്തിലെ ഒരു സംഗതിയാണ് മഹാന്മാരെ പെട്ടെന്ന് വിളിക്കലും മഹാന്മാരെ ആത്മീയമായി നമ്മൾ സഹായം തേടലും, നമ്മൾ കൂടുമ്പോ ആത്മീയമായി അവരൊന്ന് വിളിച്ചലും സലാം പറയലും നേരിട്ട് പറയലും ഒക്കെ. സലാം പറയൽ അവിടെ മാറ്റി വയ്ക്കി, അതിലൊന്നും തർക്കമല്ല. ഈ വിളിച്ച് തേടിയിട്ട് നിങ്ങളെ ആവശ്യ പൂർത്തീകരണം അവിടെ ഇങ്ങനെ ചോദിച്ചിട്ട് നടത്താൻ അതിന് തെളിവെന്താണെന്ന് നേരത്തെ ചോദിച്ചു കഴിഞ്ഞു. അതില്ല. അപ്പോൾ ഉസ്താദ് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ആ കീഴൊതുങ്ങി കൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു സംവിധാനം അല്ലേ, അതാണ് ഇസ്ലാം, അള്ളാൻ്റെ അടുക്കൽ മതമായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ അള്ളല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാൻ്റെ ഖുർആനിലോ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിലോ ഒരു തെളിവുണ്ടോ എന്നുള്ളത് നേരത്തെ ചോദിച്ചു കഴിഞ്ഞതുമാണ്. അള്ളാഹ്ക്ക് എന്താ പണി? അള്ളാഹനെ കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു മുഅ്മിനായ മുഹ്സിനായ മുത്തഖിയായ മുവഹിദായൊരു മനുഷ്യനെ ആരെങ്കിലും മരിച്ചു പോയാൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന നിങ്ങൾ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചോളി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ മറ്റുള്ളവരെയും കൂടി പഠിപ്പിക്കാൻ എന്തിനാണ് ഈ പള്ളമക്കാലും പിറ്റി വെച്ചിട്ട് നടക്കണത്? ഈ പള്ളി ട്രൗസറും കയറ്റിയിട്ട് ഈ തലയിൽ തുണിയും ചുറ്റിയിട്ട് എന്തിനാണ് നിങ്ങൾ നടക്കുന്നത്? എവിടെയാണ് കീഴൊതുങ്ങി ജീവിക്കുവാൻ പഠിപ്പിച്ച ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം, എങ്ങോട്ട് പോകുവാൻ, ആരെ കാണുവാൻ, ആരെ അനുസരിക്കണം എന്നെല്ലാം പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം, കീഴൊതുങ്ങണം എന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിൽ എവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ പേച്ച സിദ്ധാന്തം പഠിപ്പിച്ചിട്ടുള്ളത്? പറയും. ഇത് നമ്മൾ പറയുന്നത് ചെയ്തു പോയാൽ അത് ശിർക്കായി പോയി. അത് ശിർക്കായി പോയി എന്നല്ല, അതെന്നാ ശിർക്ക്. അല്ലെങ്കിൽ പോയിട്ട് ശിർക്കും തൗഹീദും പഠിച്ചിട്ട് വരും. ചെയ്യലായി പോയി, അത് ശിർക്കായി പോയി. എന്താ ചെയ്യാ? അത് ശിർക്കായി പോയി എന്ന് വെറുതെ പറയല്ല, അത് ശിർക്കാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? അതിന് കുറേ കിതാബ് ഓതി പഠിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പഠിച്ചാൽ മനസ്സിലാകുന്ന ഇസ്ലാമിലെ ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങളിൽ പെട്ട കാര്യമാണത്. ഇനി എന്തോ സംഭവങ്ങൾ വരുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടോക്കും. ഇത് ശിർക്കായി പോയി എന്ന് പറയുന്ന ആളുകൾ ഇതുവരെ കഴിഞ്ഞ മുസ്ലിം തലമുറകൾ മുഴുവൻ പിഴവാണ് ചെയ്യുന്നത്, പിഴവാണ് പറയുന്നത്, പിഴച്ച വിശ്വാസമാണ് അവർക്ക്. അവർ ശിർക്കിലേക്കാണ് സമൂഹത്തെ കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ എത്ര അപകടകരമായ കുറ്റപ്പെടുത്തലാണിത്. അപ്പോൾ അപകടകരമായ കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ ഈ പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മൂപ്പര് പറയണത്. അപ്പോൾ എന്താണ് ഷിർക്ക്? ഷിർക്ക് എന്നാൽ എന്ത്? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ അവസാനത്തിലൊന്ന് വിശദീകരിക്കാം. കുറച്ചും കൂടി അദ്ദേഹം പറയട്ടെ. എന്നാ തിരിച്ചു നോക്കൂ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മെ മുശ്രിക്കോ നമ്മെ ശിർക്കിലോ ആക്കുന്ന ആളുകളെ അവർ മുസ്ലിംകളല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല, ഉണ്ട്. അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അതും അവസാനത്തിൽ ചേർക്കുക. കാര്യം ഒരു വീഡിയോയിൽ പറഞ്ഞതായതുകൊണ്ടാണ്. ഹനീഫ് കായക്കൊടി വ്യക്തമായിട്ട് അത് പരാമർശിക്കുന്ന ചെറിയൊരു ഭാഗം ഇതിൻ്റെ അവസാനത്തിൽ ചേർക്കുക പറയുന്നുണ്ട്.
ഇനി അത് കേൾക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കി. മുജാഹിദുൽ ഇസ്ലാം എന്നാണ് അവർ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു കൂട്ടർ ഉണ്ട്. എൻ്റെ ദൃഷ്ടിയിൽ രണ്ട് കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. എൻ്റെ ദൃഷ്ടിയിൽ രണ്ട് കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. ഖദർ എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടില്ലേ. ഇനി ഇദ്ദേഹം കുറച്ചുകൂടി പറയുന്നുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളാരും മുശിരിക്കുന്നൊന്നും പറയണില്ല. നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. ഇങ്ങനെ പറയുന്നതും ഇങ്ങനെ പ്രവർത്തിക്കുന്നതും ഇങ്ങനെ വിളിച്ചു തരുന്നതും ഇങ്ങനെ വിശ്വസിക്കുന്നതും അത് ഷിർക്കാന്നാണ് പരിശുദ്ധ ഖുർആനും അല്ലാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്താൽ ഷിർക്കായി പോകും. ഷിർക്ക് ചെയ്യണോലും മുശിരിക്കാവും. നിങ്ങളാവണ്ട, നിങ്ങളായി എന്ന് പറഞ്ഞിട്ടില്ല. ഇത്രേ ഉള്ളേ പറയും. ഈ പറഞ്ഞ ഹറൂരിയത്തിനെ മഹാനായ ഇമാം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാലത്ത് പ്രത്യക്ഷപ്പെട്ടവരും അവരുടെ നേർപതിയോയികളായി വന്നവരും അവർ അയച്ചിട്ടുള്ള സംഘങ്ങൾ നേരിട്ട് പടപൊരുതിയിട്ട് ആ പടപൊരുതി കൊണ്ട് അങ്ങനത്തെ ഒരു സംഘത്തിന്റെ ശക്തിയുടെ മുനയൊടിക്കുകയും ചെയ്തിട്ടുള്ള സംഘമാണ് ഹറൂരിയ. ഈ ഹറൂരിയ അവിടെ നിൽക്കട്ടെ. ഈ ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം ഷഹാദത്ത് വരിക്കുന്നതിന് മുൻപായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ആരെയും വിളിച്ച് തേടിയിട്ടുള്ള അല്ലല്ലാതെ നിങ്ങൾക്ക് വല്ലതും ഒന്ന് തെളിയിക്കാൻ പറ്റുമോ? അല്ലല്ലാതെ ആരെങ്കിലും വിളിച്ച് തേടിയ ഒരു ചെറിയൊരു അല്ലേ ഒരു എന്തിൻ്റെങ്കിലും ഒരു കഷ്ണം ഉണ്ടോ? ഇല്ലല്ലേ എന്നാ പറയും. ഈ ഹറൂരിയത്തിന് അന്ന് സ്വഹാബാക്കളോ ഖലീഫമാരോ കാഫിറുകളെന്ന് പറഞ്ഞോ? ഇല്ല. നമ്മളെന്ന് പറയാൻ മടിക്കും. കാരണം മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് പറയാൻ നമ്മൾ മടിക്കും. നമുക്കത് പേടിയാ. മുസ്ലിമായ മനുഷ്യനെ കാഫിർ എന്ന് പറയാൻ. മുസ്ലിമായ മനുഷ്യനെ എങ്ങനെ കാഫിർ എന്ന് പറയുന്നത്? പാപമല്ലേ, എന്താണെങ്കിലും വരുള്ളൂ. അല്ല, മുസ്ലിമായ മനുഷ്യനെ കാഫിർ എന്ന് പറയാം. ഫഖദ് കഫറാന്നൊക്കെ പറഞ്ഞത് പിന്നീട് കൃഷിക്കാരനാന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള കഥ നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞോലും നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ സനതെന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ആ സനതിൽ ഉണ്ടാവും എത്രയേ എണ്ണം. ആ പാപത്തെ അല്ലാഹു തആല പൊറുക്കാൻ ഇടയുണ്ടല്ലോ. ഏത് പാപവും അല്ലാഹുവിന്റെ മശീഅത്തുണ്ടെങ്കിൽ അല്ലാഹു തആല ഏത് പാപവും പൊറുക്കാം. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് പറയുന്ന ആ വിഷയത്തിൽ സ്വീകരിക്കില്ല. ഒരു കാലത്തില്ല, എക്കാലത്തില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തിരുമറിക്ക് മറുപടിയൊക്കെ മൂപ്പര് നടത്തിയിട്ടുണ്ട്. ഇതുവരെയും ഷിർക്ക് മുശ്രിക്ക് എന്നുള്ള ഒരു വിഷയം പറഞ്ഞിട്ട് പിന്നീട് കാഫിർ എന്നുള്ളതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കുഫറും പൊറുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, കള്ളുടിക്കുക, വ്യഭിചരിക്കുക, അതുപോലെ പലിശ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അല്ല പുറത്ത് തന്നേക്കാം ചിലപ്പോൾ അല്ല ഉദ്ദേശിച്ചാൽ. എന്നാൽ അത് പൊറുക്കൂലാന്ന്. പിന്നെ എന്താണ് അതിന് പരിഹാരമാർഗം എന്നുള്ളത് അതൊക്കെ ഇൻഷാ അല്ലാ വിശദീകരിക്കപ്പെട്ടതാണ്, വിശദീകരിക്കാവുന്നതുമാണ്. എന്താണ് ഷിർക്ക് എന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ? പറഞ്ഞു തൗഹീദിന് വിപരീതമാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം അംഗീകരിക്കലാണ് തൗഹീദ്. ഒരാൾ അല്ലാഹുവിന്റെ ഏകത്വത്തിന് വിരുദ്ധമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചാൽ, പ്രവർത്തിച്ചാൽ അത് ഷിർക്കാണ്. എളുപ്പമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കലാണ്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവൻ മാത്രമാണ് റബ്ബെന്ന് വിശ്വസിക്കുക, അതാണ് തൗഹീദ്. ഇതിന് വിപരീതമായി ഒരാൾ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ കുറവ് വരുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചാൽ അത് ഷിർക്കാണ്. ഉദാഹരണത്തിന് ഒരാൾ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കുന്ന ഒരാളുണ്ട്, ഷിർക്കാണ്. അതല്ലെങ്കിൽ ഒരാൾ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് പോലെ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന ചിലരുണ്ട്. ഉദാഹരണത്തിന് സൂഫികൾ, തരീഖത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നത് പോലെ അവർ പറയും അള്ളാഹുവിന്റെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന വ്യത്യസ്തങ്ങളായ ആളുകളുണ്ട്, അബ്ദാലുകളുണ്ട്, അഖ്താബുകളുണ്ട്. അതുപോലെ തന്നെ അൽ ഗൗസുൽ അഅ്ദം, വലിയ ഗൗസായ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന എല്ലാത്തിൻ്റെയും നേതാവായ ഒരാളുണ്ട്. അബ്ദാലുകൾ, അഖ്താബുകൾ, ഇങ്ങനെ ഓരോരുത്തർക്കും ഭൂമിയിലെ ഓരോ സ്ഥലങ്ങൾ പ്രത്യേകമായി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അവർ ആ സ്ഥലങ്ങളിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. തരീഖത്തുകാർ വിശ്വസിക്കുന്നതാണ്. അതുപോലെ അവരുടെ സ്വാധീനം ബാധിച്ച ആളുകൾ ഇത് പറയാറുണ്ട്. നിങ്ങൾ അതുകൊണ്ടാണ് മാല മൗലീദുകൾ പാടുന്ന സന്ദർഭത്തിൽ കേൾക്കുന്നത് യാ ഗൗസു യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. പല ആളുകൾ യാ ഗൗസ് എന്ന് പറഞ്ഞാൽ അല്ലയോ സഹായമായവനെ, എല്ലാ നിലക്കുമുള്ള സഹായം അബ്ദുൽ ഖാദർ അൽ ജീലാനി അദ്ദേഹത്തിൽ നിന്നാണ് എന്നാണ് വിശ്വാസം. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യനായി ഇങ്ങനെ ഒരാളുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതുപോലെ തന്നെ ഒരാൾ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയത് ശിർക്കാണ്. കാരണം എന്താണ്?
എന്തുകൊണ്ടാണ് ശിർക്കാവുന്നത്? ആ ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രം നൽകപ്പെടേണ്ടതാണ്. ആ ഇബാദത്തിലൂടെ അവൻ അള്ളാഹുവിനെ ഏകനാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് സുജൂദ് എന്നത് അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യമാണ്. അത് ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് നൽകിയാൽ, ജാറത്തിന് നൽകിയാൽ, മഖ്ബറക്ക് നൽകിയാൽ, വിഗ്രഹത്തിന് നൽകിയാൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മുൻപിൽ സുജൂദ് ചെയ്താൽ ശിർക്കുൻ അക്ബറാണ്. ചില ആളുകൾ പലപ്പോഴും ആദം നബി സുജൂദ് ചെയ്ത കാര്യമാണ് പറയാം. പല പണ്ഡിതന്മാർ പറഞ്ഞു അത് ആദരവിന്റെ അർത്ഥത്തിലുള്ളതാണ്, ഈ പറഞ്ഞ ആരാധനയുടെ അർത്ഥത്തിലുള്ളതല്ല, അള്ളാഹു കൽപ്പിച്ചതാണ്, അത് മുൻകാല ശരീഅത്തിലുള്ള നിയമമാണ്, ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്. ഈ ശരീഅത്തിൽ നമ്മുടെ ദീനിൽ സുജൂദ് എന്നാൽ ഇബാദത്താണ്, അള്ളാഹുവിന് മാത്രം നൽകാൻ പാടും. ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ സുജൂദിൽ അവൻ അള്ളാഹുവിനെ ഏകനാക്കേണ്ടതിന് പകരം അവൻ അള്ളാഹുവിന് പങ്കാളിയെ വെച്ചിരിക്കുന്നു. അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടതുപോലെ മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്തിരിക്കുന്നു. അത് ശിർക്കാണ്. അതല്ലെങ്കിൽ ഒരാൾ പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഅൻ, എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നത് പോലെ എല്ലാ ശബ്ദവും എല്ലാ സന്ദർഭത്തിലും എവിടെ വെച്ച് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും കേൾക്കുന്ന ഒരാളുണ്ട്, അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന ഒരാളുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ ശിർക്കാൻ നമ്മൾ പുറത്തു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു തുല്യനെ വെക്കുക എന്നതാണ്, ഒരു സമന വെക്കുക എന്നതാണ്, ഒരു പങ്കാളിയെ വെക്കുക എന്നതാണ്, ഒരു പങ്കുകാരനെ വെക്കുക എന്നതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായത്? ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ മുശ്രിക്കീങ്ങൾ അവർ വിലപിക്കുന്ന വിലാപം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ശുഅറായിൽ അല്ലാഹു പറഞ്ഞു, ഖാലു വഹും ഫീഹാ യഖ്തസിമൂൻ. മുശ്രിക്കീങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് അവർ തർക്കിക്കുന്നതാണ്. അവർ പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു തന്നെ സത്യം, ഞങ്ങൾ തീർച്ചയായും വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. ഞങ്ങൾ നിങ്ങളെ അല്ലാഹുവിന് തുല്യമാക്കിയ സന്ദർഭത്തിൽ നരകത്തിൽ പ്രവേശിച്ച അവരുടെ നേതാക്കന്മാർ, അവർ ആരാധിച്ചിരുന്ന ഔലിയാക്കന്മാർ എന്ന് അവർ വിശേഷിപ്പിച്ചവർ, അതല്ലെങ്കിൽ അവർ ആരാധിച്ച സാഹിറന്മാർ, മന്ത്രവാദികൾ, ജ്യോത്സ്യന്മാർ, ആൾ ദൈവങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളോട് അവർ പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. എന്താണ് ഞങ്ങൾ ചെയ്തത്? ഇദ് നുസവ്വീകും, ഞങ്ങൾ നിങ്ങളെ തുല്യമാക്കി, ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് ഞങ്ങൾ നിങ്ങളെ തുല്യതപ്പെടുത്തി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇവിടെ ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നവർ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, പുണ്യപുരുഷന്മാരെ ആരാധിക്കുന്നവർ, അവരിൽ ആരെങ്കിലും പറയുന്നുണ്ടോ ഈ പറയുന്ന ആൾ ദൈവങ്ങൾ ഏകനായ സ്രഷ്ടാവിനെ പോലെയാണ് മുഴുവൻ കാര്യങ്ങളിലും എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാൾ നിങ്ങൾ കാണാറുണ്ടോ? ഇല്ല. അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിനുള്ള കഴിവുകളിൽ ചിലത് ഈ പറയുന്ന ആൾ ദൈവങ്ങൾക്കുണ്ട് എന്ന് മാത്രമാണ്. ഞാൻ എന്തേത് പറഞ്ഞത്? ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനെ പോലെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായും മറ്റൊരു സ്രഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാകൂ എന്ന് പറയുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇലാഹ് അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ആരെ വിളിച്ചാലും കുഴപ്പമില്ല, ആരോട് സഹായം ചോദിച്ചാലും കുഴപ്പമില്ല എന്ന് അവർ പറയും. അള്ളാഹു പറയുന്നു, മുശ്രിക്കീങ്ങൾ നരകത്തിലെത്തിയാൽ അവർ പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. ഞങ്ങൾ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് നിങ്ങളെ തുല്യപ്പെടുത്തി. ഗൗരവത്തിൽ ചിന്തിക്കുക, ശിർക്ക് ചെയ്ത ഏതെങ്കിലും മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ വിശ്വസിച്ചിരുന്നോ ലാത്ത അള്ളാഹുവിനെ പോലെ എല്ലാ കഴിവുമുള്ളയാളാണെന്ന് വിശ്വസിച്ചിരുന്നോ? ഇല്ല, വിശ്വസിച്ചിട്ടില്ല. മനാത്ത് അങ്ങനെ എല്ലാ കഴിവും അള്ളാഹുവിനെ പോലെ ഉള്ളവരാണെന്ന് വിശ്വസിച്ചിരുന്നോ? ഇല്ല, വിശ്വസിച്ചിട്ടില്ല. അവർ ഹജ്ജിന് വരുമ്പോൾ അവരുടെ തൽബിയത്ത് നമ്മൾ മുൻപ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികു വ മലക്. അല്ലാഹുവേ, നിനക്കൊരു പങ്കാളിയില്ല, ഒരു പങ്കാളി ഒഴികെ. ആ പങ്കാളിയുടെ അവസ്ഥ തന്നെ ഹുവ ലക, ആ പങ്കാളി നിന്റേതാണ്. തംലികു വ മലക്, ആ പങ്കാളിയെയും അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അതിനെയും നീയാണ് ഉടമപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, അവർ ചെയ്ത് ശിർക്ക് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹു അല്ലാത്തവർക്ക് ഒരാൾ വകവെച്ചു കൊടുത്താൽ അത് ശിർക്കാണ്. ഇതാണ് ശിർക്ക്. ഇനി ഇങ്ങളിൽപ്പെട്ട ആളുകൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, പാഠപുസ്തകത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മുജാഹിദീങ്ങൾ അല്ലെങ്കിൽ സലഫി വിഭാഗം മുശ്രിക്കീങ്ങളാന്ന് പറഞ്ഞ ആ കാര്യമുണ്ട്. അത് അനീഫ് കായക്കൂടെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. കേട്ടോ കാണി. ആരാണ് ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്? കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ, മദ്രസയിലെ 4ാം ക്ലാസ് പാഠപുസ്തകത്തിൽ മുജാഹിദുകൾക്ക് സലാം ചൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആളുകൾ കുട്ടികളോട് പറയാ, നിങ്ങൾ മുജാഹിദിനെ കണ്ടാ സലാം ചൊല്ലാൻ പാടില്ല. ഇത് പറഞ്ഞ ആളുകളാണ് ചോദിക്കുന്നത്, ഞങ്ങൾ സുന്നികളെയൊക്കെ ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ നിങ്ങൾ? ഞങ്ങൾ സുന്നികൾക്കെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ? നാട്ടിക മൂസ മുസ്ലിയാരുടെ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തനിച്ച ഒറിജിനൽ മുശ്രിക്കുകളാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാപ്പ് പറയാൻ തയ്യാറാകുമോ? മുജാഹിദുകൾ മാപ്പ് പറയണമെന്ന് പറയുന്നവർ, മുജാഹിദുകൾ നിലപാട് പറയണം എന്ന് പറയുന്നവർ, നാട്ടികയുടെ പുസ്തകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ പുസ്തകം ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നു ഈ ആളുകൾ.
ഇത് വിറ്റിട്ട് മുജാഹിദികൾ തനിച്ച മുശ്രിക്കുകളാണ്, ഒറിജിനൽ മുശ്രിക്കുകളാണ് എന്ന് എഴുതി വെച്ച പുസ്തകവും കക്ഷത്ത് വെച്ച് ഇതാ ഞങ്ങൾ സുന്നികളെ മുശ്രിക്കാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് നിലവിളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പാഠപുസ്തകത്തിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് വളരെ കൃത്യമാണ്. ആരെങ്കിലും മുശ്രിക്കുകളാക്കുക, ആരെങ്കിലും കാഫിറുകളാക്കുക എന്നതല്ല മുജാഹിദികൾ സ്വീകരിച്ച സമീപനം. മറിച്ച് എന്താണ് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദ്, എന്താണ് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക്, ഇത് കൃത്യമായി ഈ ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ് മുജാഹിദികൾ ചെയ്യുന്നത്. അത് മുജാഹിദികൾ ചെയ്തുകൊണ്ടേയിരിക്കും. മുശ്രിക്കാക്കുക എന്നതും കാഫിറാക്കുക എന്നതും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു രീതിയല്ല. CM-നെ പടച്ചോനാക്കുന്നത് ശിർക്കാണെന്ന് പറയും, CM-നെ മുദബ്ബിറുൽ-ആലമാക്കുന്നത് ശിർക്കാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുജാഹിദികൾ വിളിച്ചു പറയും. അത് പറയുമ്പോ CM പടച്ചോനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയും CM മുദബ്ബിറുൽ-ആലമാണ് എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ മൗനം അവലംബിക്കുകയും മുജാഹിദുകളുടെ മേൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. അപ്പോൾ ഇതൊക്കെ നടന്നതാണ്, കഴിഞ്ഞതാണ്. എന്നിട്ട് ഇപ്പം ഇങ്ങനെ ഇരുന്ന് പറയാണ്, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണുണ്ട്, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയാവും, ഇങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ നേരെ അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ പോലെ ഖുർആനിലും സുന്നത്തിലുള്ളത് ചെയ്തോളി, ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിലോ നിങ്ങൾ ചെയ്യുന്നത് ഇന്നതാണ്, ആ ചെയ്ത ഇന്നതാകും. അത് ഷിർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മുശ്രിക്കാകും. നിങ്ങൾ മുശ്രിക്ക് എന്ന് പറയല്ലോ, അല്ലേ അങ്ങനെ പറയരുത്, അത് ചെയ്താൽ മുശ്രിക്ക് ആകുള്ളൂ, അപ്പോൾ ചെയ്യണ്ട, എന്നിട്ട് മാറിയെന്നല്ലേ അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ലല്ലോ. മാക്കാലല്ല വമാക്കാൽ റസൂലുള്ള. അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂലെങ്കിൽ മറ്റൊന്നും പറയാനല്ല സുലാൻ.